ഈ പുസ്തകത്തിലെ ആദ്യത്തെ കഥ കാവ്യനീതിയെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് ഞങ്ങളൊരു ധാരണ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കഥയെ എങ്ങനെയാണ് ഇങ്ങനെ ചുരുക്കി പറയുക എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം കഥാകാരൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്, അതല്ലെങ്കിൽ ഒരു പ്രയോഗം, അതൊക്കെയാണ് പലപ്പോഴും ആ കഥയെ ഒരു കഥയാക്കിയിട്ട് മാറ്റുന്നതൊക്കെ. അപ്പൊ ആ കഥയായിട്ട് തന്നെ വായിക്കുക എന്നുള്ളതാണ് ശരിക്കും അതിനോട് കാണിക്കാവുന്ന ഒരു നീതി. എങ്കിലും ഞാൻ കുറച്ച് പോയിന്റ് ഇങ്ങനെ ആ കഥയുടെ മർമ്മത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ കുറച്ച് പോയിന്റുകൾ പറയാം എന്നേ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ ആ കഥയെ ഒന്ന് അപഗ്രഥിക്കാനോ അതിനെ വിശകലനം ചെയ്യാനോ ഒന്നുള്ള അത്ര ഒരു പ്രാപ്തിയൊന്നും ഈ വിഷയത്തിൽ എനിക്കില്ല. ഈ കാവ്യനീതി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിലൊരു എന്ത് പറയുന്ന ഒരു രൂപകം, ഒരു കാവ്യാത്മകമായ ഒരു രൂപകം, അതല്ലെങ്കിൽ പിന്നെ നന്മ ജയിക്കുകയും തിന്മ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രകൃതിപരമായ അല്ലെങ്കിൽ ഒരു ദാർശനികപരമായ ഒരു സമസ്യയാണ് ഈ കഥയിൽ അനാവരണം ചെയ്യുന്നത്. പൂർത്തിയാകാത്ത കഥകളും വീടാക്കടങ്ങളുമാണ് ജീവിതം എന്നുള്ള ഒരു കണ്ടെത്തലിൽ ഈ കഥാകാരൻ എത്തുന്നു. കഥാനായകൻ ഒരു കഥാകൃത്താണ്. അയാൾ ഒരു അധ്യാപകനാണെന്ന് കഥയിൽ സൂചനയുണ്ട്. അദ്ദേഹം ഒരു പ്രാരബ്ധക്കാരനാണ്. ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു പ്രാരബ്ധത്തിൽ അകപ്പെട്ട ഒരാളാണ്. ജീവിതം തന്നെ ഒരു കഥയായി കാണുന്നയാളാണ് അയാൾ. കഥകൾ പൂർത്തിയാക്കാൻ അയാൾക്കാവുന്നില്ല. ചിരിപ്പിക്കുന്ന കഥ എഴുതാൻ അയാൾക്ക് സാധിക്കുന്നില്ല. കഥാനായകന് സ്നേഹനിധിയായ ആകുലതകളിൽ പങ്കാളിയാകുന്ന, എന്തിനോടും ചേർന്നു നിൽക്കുന്ന ജീവിത പങ്കാളിയുണ്ട്. പകുതിയിൽ നിർത്തിയ കഥ പൂർത്തിയാക്കണം എന്ന നിശ്ചയത്തോടെയാണ് അന്ന് അയാൾ വീടണയുന്നത്. കടുത്ത ഉഷ്ണകാലമായിരുന്നു അത്. മഴക്കായി മനുഷ്യനും പ്രകൃതിയും കൊതിക്കുന്ന കാലം. ഇവിടെ ഈ കടമ്മനിട്ടയുടെ ശാന്ത എന്ന് പറയുന്ന കവിത എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എല്ലാം പറ്റി കടത്തുകാരൻ ഇങ്ങനെ കടവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ കുളവും പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ശാന്തയോട്. നമ്മുടെ കുഞ്ഞുങ്ങൾ കുളിക്കാതെ പൊടി പിടിച്ച് കിടന്നുറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെയുള്ള ആ ഒരു ഇത് ഈ ഉഷ്ണത്തെ വർണ്ണിക്കുന്നിടത്ത് കാണാം. നിലക്കടല പൊതിയുമായിട്ടാണ് അന്ന് കഥാനായകൻ വീട്ടിലെത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ മാത്രമുള്ള ഒരാളായിരുന്നു അവൾ. ഇതാ നമ്മുടെ ദാമ്പത്യത്തിന്റെ മധുരം എന്ന് പറഞ്ഞ് അയാൾ ആ കടലപ്പൊതി അവൾക്ക് നേരെ നീട്ടുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയാൽ അവൾ പാടാറുള്ള ഒരു പാട്ടുണ്ട്. തുമ്നെ മുജുക്കോ ഹസ്ന സിഖായ, നീ എന്നെ ചിരിക്കാൻ പഠിപ്പിച്ചു എന്ന പഴയ ഉറുദു ഗാനം. അവൾ പറഞ്ഞു, ഇന്ന് പത്രാധിപരുടെ കത്ത് വന്നിട്ടുണ്ട്. കഥ എഴുതാത്തതിലുള്ള പരാതി. പുതിയ കഥ വേണം. വായനക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള കഥ വേണം. എന്നാൽ എല്ലാവരെയും പോലെ ആകാൻ കഥാകൃത്തിനാവുന്നില്ല. ചിന്ത ആത്മഹത്യയാണ് എന്ന് കഥാകൃത്ത് VB ജ്യോതിരാജ് പറഞ്ഞത് ഈ കഥാനായകൻ ഓർത്തു. എല്ലാവരും ആവശ്യപ്പെടുന്ന കഥ എഴുതാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ജീവിത യാഥാർത്ഥ്യം കഥകളെ മാറ്റിമറിക്കുന്നു. എല്ലാത്തരം ഫലവൃക്ഷമുണ്ടായിട്ടും മുറ്റത്തെ മുരിക്കു മാത്രമേ കായ്ച്ചിട്ടുള്ളൂ. എല്ലാവരുടെയും സൂര്യൻ വൈകുന്നേരം അസ്തമിക്കുമ്പോൾ ഞങ്ങളുടെ സൂര്യൻ നേരം വെളുത്തയുടൻ അസ്തമിക്കും. ഇതിൽ പറയുന്ന ഈ മുരിക്കിന്റെ ഉദാഹരണം ഉണ്ടല്ലോ. എല്ലാത്തരം ഫലവൃക്ഷമുണ്ടായിട്ടും മുറ്റത്തെ മുരിക്ക് മാത്രമേ കായ്ച്ചിട്ടുള്ളൂ. ഈ മുരിക്കിന്റെ കായ ഒരു ഭക്ഷ്യയോഗ്യമായ ഒരു കായയല്ല. അതിന്റെ പൂവും ആകർഷകമൊക്കെ ഉണ്ടെങ്കിലും അത് പൂജക്ക് ഉപയോഗിക്കാത്തൊരു പൂവായിട്ടാണ്. അതേപോലെ തന്നെ അതിന്റെ മരവും കാതലുള്ളൊരു മരമല്ല. അപ്പൊ ഇവിടെ കായ്ക്കേണ്ടത് കായ്ക്കുന്നില്ല, ഫലം തരേണ്ടത് ഫലം തരുന്നില്ല. എന്നാൽ ഈ
ഈ ഒരു പാഴ്മരം കാഴ്ച നിൽക്കുകയും ചെയ്യുന്നു. അവൾ മറ്റൊരു കാർഡ് എടുത്തു കൊടുത്തു. അതൊരു ചരമറിയിപ്പ്. എന്തുകൊണ്ട് ജനനക്കുറി വരാത്തത്? പണം പലിശയടക്കം തിരിച്ചെടുക്കാനുള്ള ബാങ്ക് നോട്ടീസാണ് മറ്റൊരു കത്തിൽ വരുന്നത്. പണ്ടം പണയം വെച്ചതിന്റെ അവധിയായി എന്ന് മറ്റൊരു നോട്ടീസ്. ഒന്നുകൂടിയുണ്ട്. രാവിലെ ഒപ്പിട്ട് വാങ്ങണം. അതൊരു ജപ്തി നോട്ടീസാണെന്ന് കരുതുന്നു. അങ്ങനെ എല്ലാത്തിലും ഇദ്ദേഹത്തിന് ഒരു പ്രതിബന്ധങ്ങളുടെ ഒരു കാലാണ്. അതിലൂടെയാണ് ഈ കഥാകൃത്ത് കടന്നു പോകുന്നത്. കട്ടിലിന് കീഴെ പഴയൊരു തോൽപ്പെട്ടി. ജീവിതത്തിന്റെ ലാഭനഷ്ടങ്ങൾ അടങ്ങിയതാണത്. അത് കുറെ കാലമായി കഥാകാരന്റെ കൂടെയുണ്ട്. കടങ്ങളുടെ പാസ്ബുക്കുകളും എഴുതി പൂർത്തിയാകാത്ത കഥകളുമാണതിൽ. ചൂടിൽ 4-5 കൊട്ടത്തുള്ളികൾ വീണ് പൂർത്തിയാകാത്ത കഥയിലെ ചില അക്ഷരങ്ങൾ മാഞ്ഞു. കാറ്റിൽ കടലാസും പേനയും താഴേക്ക് വീണു. ജീവിതത്തിന്റെ അടയാളങ്ങൾ പറന്നു പോവുകയാണോ? എന്നാൽ അത് സാധ്യമല്ല എന്ന് കഥാകൃത്ത് തിരിച്ചറിയുന്നു. ജീവിതത്തിന്റെ വലിപ്പത്തിനു മുമ്പിൽ ഒരു കഥ ചെറുതായിരിക്കാം. എങ്കിലും അത് ജീവിതത്തിന്റെ ചോര പൊടിഞ്ഞിരിക്കുന്ന ജൈവമായ ഒരു അടയാളം തന്നെയാണ്. ജീവിതത്തിന്റെ അക്ഷയനിധിയിൽ നിന്ന് കൊത്തിയെടുക്കുന്ന അനശ്വരമായ ശില്പം തന്നെയാണ് കഥ. കഥയാൽ തടുക്കാമോ കാലത്തെ എന്ന് ചുള്ളിക്കാട് ചോദിച്ചതും ഈ അർത്ഥത്തിൽ തന്നെ. വീടാക്കടങ്ങളുടെ നിക്ഷേപമാണ് അക്കൗണ്ട് ബുക്കുകൾ. ബാങ്കുകാർ നൽകിയ ഓമനപ്പേര് പാസ്ബുക്ക്. 5000 രൂപയുടെ ലോൺ എടുക്കാനും 5 രൂപയുടെ പാസ്ബുക്ക് വേണം. വീട്ടാക്കടങ്ങളുടെ നിക്ഷേപം എന്തിന് ഒരു വിരുദ്ധ പ്രതീതിയുണ്ട് എന്നതിന് ഒരു വിരുദ്ധ പ്രതീതിയുണ്ട്. കഥയിലെ കറുത്ത ഫലിതം. കടങ്ങളുടെ കണക്കിൽ ഒരു കഥയുടെ പിറവിക്ക് സാധ്യതയുണ്ട്. കഥ പൂർത്തിയാക്കാൻ പേന കയ്യിലെടുത്തു. വാക്കുകൾ വരുന്നില്ല. അനുഭവം തീവ്രതരമാകുമ്പോൾ വാക്കുകൾ ഉള്ളിൽ നിന്ന് തുടൽ പൊട്ടിച്ച് പുറത്തു ചാടും എന്ന വലിയ എഴുത്തുകാരുടെ വാക്കുകൾ കഥാകൃത്ത് ഓർക്കുന്നു. ഇപ്പോൾ തന്റെ ഉള്ളിൽ നിന്ന് വാക്കുകളല്ല, അക്കങ്ങളാണ് പുറത്തു ചാടുന്നത്. കഥ എഴുതാനാകാതെ കടലാസ് മടക്കി വെച്ചു. കടത്തിന്റെ കാര്യത്തിൽ മനസ്സ് കമ്പ്യൂട്ടറിനേക്കാൾ സത്യസന്ധൻ തന്നെ. കഥയുടെ കാര്യത്തിൽ മനസ്സ് തോറ്റുപോകുന്നു. അനുഭവങ്ങൾ ഫീഡ് ചെയ്താൽ കമ്പ്യൂട്ടറിന് തന്നെക്കാൾ വേഗത്തിൽ കഥ രചിക്കാൻ കഴിയും. അവൾ പറഞ്ഞു, മഴയെ കാറ്റുകൊണ്ടുപോയി. വെന്ത ഭൂമിയിൽ നിന്ന് ഇനി ആവി പൊന്താൻ തുടങ്ങും. ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിറ്റേന്ന് അവധിയെടുത്തു. പോസ്റ്റ് ഓഫീസിൽ പോയി രജിസ്റ്റർ ഒപ്പിട്ട് വാങ്ങി ബാങ്ക് മാനേജറെ കണ്ടു. അയാൾ പറഞ്ഞു, ഒരു അപേക്ഷ വേണം. ഞാനത് ഡയറക്ടർ ബോർഡിന്റെ മുമ്പിൽ വെക്കാം. 6 മാസത്തേക്ക് നീട്ടിക്കിട്ടിയേക്കും. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ചങ്ങാതി? മാനേജർ പ്രത്യുപകാരം എന്ന നിലയിൽ മകന്റെ അഡ്മിഷന്റെ കാര്യത്തിൽ ആകെ വലഞ്ഞിരിക്കുകയാണ്. അധ്യാപകർക്ക് ചില ക്വാട്ടകളൊക്കെ ഉണ്ടെന്ന് കേട്ടു. എനിക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കണം. ഒരു അഡ്ജസ്റ്റ്മെന്റ്. കൈകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ തുടർന്നു. ഇത് കഥയൊന്നുമല്ല കേട്ടോ, വെരി സീരിയസ്. പിന്നെ എനിക്ക് വേണമെങ്കിൽ അപേക്ഷ ബോർഡിൽ വെക്കാതിരിക്കുകയും ചെയ്യാം. എല്ലായിടത്തും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ഒരു ഉപകാരം ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്ന ഒരു കൺസ്യൂമറിസത്തിന്റെ ഒരു കാലം കൂടി ഇവിടെ ഉണ്ട് എന്ന് കഥാകൃത്ത് സൂചിപ്പിക്കുന്നു. കൈ ഊരിവെക്കാവുന്ന ഒരവയവമായിരുന്നെങ്കിൽ അത് അവിടെ തന്നെ ഉപേക്ഷിച്ച് കളയാമായിരുന്നു. അർത്ഥമില്ലാത്ത വാക്കുകൾ വരുന്നു. അതിന് ആ സന്ദർഭത്തിൽ അർത്ഥമുണ്ടാവുന്നു. സുഹൃത്തായ വക്കീലിനെ കാണാൻ പോകുന്നു. പലിശക്ക് കടം കൊടുക്കുന്ന കൊങ്ങണിയനോട് ചങ്ങാത്തം സ്ഥാപിക്കാനാണ് പോകുന്നത്. കഥ ചർച്ചയാകുന്നു. നീ എന്തിനാ ഇത്ര സീരിയസ് ആവുന്നത് എന്ന് ചോദിക്കുന്നു. വൈഫിന് കഥ ഇഷ്ടമായില്ലെന്ന് പറയുന്നു. ബാർ അസോസിയേഷന്റെ കലാപ്രദർശനത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു. ലീവില്ലെന്ന് പറയുമ്പോൾ കലക്കും സാഹിത്യത്തിനും സാക്രിഫൈസ് ചെയ്യാതെ പിന്നെ എന്തോന്ന് സാഹിത്യകാരൻ എന്ന് ഈ കൊങ്ങിണിയൻ, ഈ വക്കീല് ഇദ്ദേഹത്തെ പരിഹസിക്കുന്നു. ശമ്പള സർട്ടിഫിക്കറ്റുമായി കൊങ്ങിണിയന്റെ അടുത്ത് പോയി. അയാൾ തിരിച്ചും മറിച്ചും നോക്കി. മൂക്കുകൊണ്ട് മണത്തും നാവുകൊണ്ട് നക്കിയും അയാൾ അതിന്റെ വിശ്വാസ്യത തിട്ടപ്പെടുത്തി. പണമെടുക്കാൻ വന്ന ഒരാളെ കൊണ്ട് ഒപ്പിടുവിച്ച് പണം നൽകുന്നു. വീട്ടിൽ പോയി ശാന്തിയിൽ തിരസ്കൃതനായ ഒരു രക്തസാക്ഷിയെ പോലെ. ഭൂമി കരിഞ്ഞ മണം. തളിർച്ചൂടിയ മരം പോലെ അവൾ. ആ തളിർമരത്തിന്റെ കോശങ്ങളിലും വിലകളിലും ഇല്ലാതാവാൻ ഞാൻ വെമ്പി. കഥാകൃത്ത് ഓടിച്ചെന്ന് അവളെ വാരി അടുപ്പിച്ചു. അവൾ, എനിക്കറിയാം, ഒന്നും ശരിയായിട്ടുണ്ടാവില്ല, സാരമില്ല, എല്ലാം ശരിയാവും. ഇനിയും ആ കഥ
മുഴുമിപ്പിക്കാതിരിക്കരുത്. ഇന്നും പത്രാധിപർ എഴുതിയിട്ടുണ്ട്. പക്ഷേ കഥയല്ല അവർക്ക് വേണ്ടതെന്നു മാത്രം ഭാര്യ പറയുന്നു. കാർഡിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ കഥയിൽ എൻ്റെ ജീവിതം എന്നൊരു പങ്ക്തി ഞങ്ങൾ ആരംഭിക്കുകയാണ്. ദയവായി എന്തെങ്കിലും എഴുതി അയക്കുക. കോമാളികളും മൃഗങ്ങളും അണിനിരക്കുന്ന സർക്കസ് കൂടാരത്തിലെ കോമാളിയാണെന്ന് താൻ അയാൾ നറുക്കുവഴി അറിയുന്നു. മഴ വരുന്നു. പുറത്ത് ഭൂമിയുടെ ഹൃദയത്തിലേക്ക് ഒലിച്ചിറങ്ങിയ മഴവെള്ളത്തിൽ എൻ്റെ കഥ വന്ന് നിറയുകയാണ്. കൈവിട്ടുപോയ ഒരു അമൂല്യ വസ്തു എന്നിലേക്ക് തന്നെ തിരിച്ചു വന്ന പോലെ ഞാൻ കഥയെ കൈകോർത്തു പിടിച്ചു. മഴ പെയ്തപ്പോൾ കഴുകിത്തുടച്ച് വിശുദ്ധമായ ആകാശവും നനഞ്ഞു കുതിർന്ന മണ്ണും തെളിഞ്ഞുണർന്ന ചെടികളും കണ്ടുകൊണ്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. കുഴികളിൽ കെട്ടിനിൽക്കുന്ന മഴവെള്ളം ഉൽപ്പത്തി കഥയിലെ പ്രളയത്തിന്റെ അവശിഷ്ടത്തിൽ എന്ന പോലെ ഉള്ളിൽ പുതുനാമ്പുണർത്തി. പേനയും കടലാസും ഇല്ലാതെ ഞാനൊരു കഥ എഴുതുകയാണ്. പതിവ് പോലെ ഭാര്യ അയാളെ യാത്രയാക്കുന്നു ഓഫീസിലേക്ക്, കോളേജിലേക്കോ സ്കൂളിലേക്കോ. വഴിയിൽ മഴ വന്നതിന്റെ ലക്ഷണങ്ങൾ. വഴി ഇല്ലാതായിരിക്കുന്നു. മുരിക്കിൻ കായകൾ വീണിരിക്കുന്നു. ചവിട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചു. ദൈവത്തിന്റെ മുറുക്കിത്തുപ്പൽ എന്ന ചെറിയ ജീവികൾ. ഞാനിപ്പോൾ യാഥാർത്ഥ്യത്തിന്റെ ലോകത്താണ്. ജീവികൾക്ക് ജീവനും കോശങ്ങളും പ്രത്യുൽപാദന ശക്തിയുമുണ്ട്. ജീവിക്കാൻ ആഹാരവും വായുവും വേണം. അറബിക്കഥയിലെ ഒരൊറ്റ രാത്രി കൊണ്ട് മാറിപ്പോയ പുരാതനമായ തെരുവ് വീതി പോലെ അങ്ങാടികളും വഴികളും മഴയുടെ ശക്തിയിൽ ഒലിച്ചു പോയിരിക്കുന്നു. എതിരെ വന്ന പുരാതനമായ കണ്ണുകളും ചെമ്പിന്റെ നിറവുമുള്ള വൃദ്ധൻ അത്ഭുതത്തോട് ചോദിച്ചു, മോൻ പോവുകയാണല്ലേ? പോകണം, പോവുക തന്നെ വേണം. അദ്ദേഹത്തിലെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാനുള്ള ഒരു ഇതാണ്, തനിക്ക് പറ്റിയതല്ല ഈ നാട് എന്നുള്ള ഒരവസ്ഥയാണ് വരുന്നത്. മറ്റൊരാൾ ചോദിക്കുന്നു, എവിടെയോ കണ്ടു മറന്ന മുഖവും പഴങ്കഥയിലെ രൂപവുമുള്ള ആൾ തീർച്ചയാക്കിയോ ഇവിടുന്ന് വിടാൻ? ബസ്സിലെ സഹയാത്രികൻ, ഞാൻ അറിഞ്ഞു, പോകുന്നത് തന്നെയാണ് നല്ലത്. പോകാതിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ബസ്സിറങ്ങി ജോലി സ്ഥലത്തേക്ക് നടക്കുമ്പോൾ കഴുത്തിൽ രുദ്രാക്ഷം ധരിച്ച ഒരാൾ ഓടി വന്നു. ഇതൊക്കെ ഒരു നിയോഗമാണ് കുട്ടി. അല്ലെങ്കിലും ഈ വൈകിയ വേളയിൽ നിനക്കിങ്ങനെ? എല്ലായിടത്തും ആളുകൾ ഒരേ കാര്യം സംസാരിക്കുന്നു. ശമ്പളമില്ലാത്ത അവധിയെടുത്ത് ആരും കാണാതെ വീട്ടിലേക്ക് മടങ്ങി. കടമ്പ കയറുമ്പോൾ അയൽക്കാരി വൃദ്ധ ഓടി വന്നു. വിറക്കുന്ന കൈകൾ കൊണ്ട് തലോടി. മോൻ പോയാൽ ഞങ്ങളെയൊന്നും മറക്കല്ലേ? അകത്തെത്തിയപ്പോൾ അവൾ എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു. ചിരപുരാതനമായ തുകൽ ബാഗ്, വെട്ടിയും തിരുത്തിയും മഷിചാറിയും വൃത്തികേടായ അക്ഷരങ്ങളുടെ പഴകി മഞ്ഞ നിറം കോറിയ കടലാസുകൾ അടങ്ങിയ ഫയലുകൾ. ജീവന്റെ സ്പന്ദനമുള്ള 2 ചിറകുകൾ പോലെ കിടക്കയിൽ കിടന്നു. അവൾ പറഞ്ഞു, പൂർത്തിയാകാത്ത കഥകളെല്ലാം ഈ ഫയലിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ബുക്കുകളെല്ലാം ബാഗിനകത്തെ കള്ളിയിലാണ്. നമുക്ക് പോകാതിരിക്കാൻ ഒരു നിർവാഹവുമില്ലല്ലോ. വാതിലിൽ മുട്ടുകേട്ടു. ടോർച്ചിന്റെ വെളിച്ചവുമായി അപരിചിതരായ 3-4 ആളുകൾ. ഇനിയും വന്നു പറയുമെന്ന് കരുതേണ്ട, പോകാതിരിക്കരുത്. പോയില്ലെങ്കിൽ? ഇരുട്ടിൽ ഭീഷണിയുടെ സ്വരം മാഞ്ഞു പോയി. അവൾ പറഞ്ഞു, എനിക്ക് പേടിയാകുന്നു. പിറ്റേന്ന് വെയിൽ പരന്നു. ഭൂമിയിലാകെ പച്ചമുളകൾ പൊന്തി. മേൽപോട്ട് പോകുന്തോറും പുൽക്കടിയിൽ നിന്ന് വൻമരങ്ങളുടെ അനന്തതയിലേക്കുള്ള അകലമെന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞു. പച്ചയുടെ ആ അദ്ഭുത ദൃശ്യം കണ്ണുകളെ താഴോട്ട് വലിച്ചെടുക്കുമെന്ന് തോന്നിയപ്പോൾ കണ്ണടച്ചു. സീറ്റ് ബെൽറ്റ് മുറുക്കാനുള്ള നിർദ്ദേശം കേട്ടപ്പോൾ അവൾ എന്റേത് മുറുക്കി തന്നു, ഞാൻ അവളുടേതും. അന്യഗ്രഹത്തിലേക്ക് പുറപ്പെട്ട 2 ഗോളാന്തര യാത്രികരെ പോലെ ഞങ്ങൾ ഭയരഹിതരായി ആകാശക്കപ്പൽ ഉയർന്നുപോയി. ഇതാണ് കഥയിൽ മാഷ് പറയുന്നതിന്റെ ഒരു ചുരുക്ക വിവരണം. ഇതില് മാഷിന്റെ ചില പ്രയോഗങ്ങളുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് നോക്ക്. അശരണനായി വലിഞ്ഞു നീന്തുന്ന ദീനയായൊരു ഇഴജന്തുവിനെ പോലെ കഥയുടെ പിന്നാലെ എനിക്ക് കാലുകളില്ലാതെ ഇഴയേണ്ടി വന്നു. അടുത്തത്, വെയിലിൽ കരിഞ്ഞുപോയ പൂച്ചെടികളും മുറ്റവും വിദൂരഗോളത്തിലെ പുരാതനമായ ഉൽക്കകളെ ഓർമ്മിപ്പിച്ചു. ഭൂമിക്കടിയിൽ വേരു പടർത്തി നിൽക്കുന്ന ഇലകൾ ഉണങ്ങിപ്പോയ ഒരു ചെടി ആദ്യ മഴയിൽ കിളിർക്കുന്നത് പോലെ ഇന്ന് രാത്രി ആ കഥക്ക് വീണ്ടും മുള
മുള പൊട്ടും. പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടില്ലാത്ത ഏറ്റവും നല്ല ഫലിതമാണ് ജീവിതം എന്ന് കഥ എന്നോട് ചിലപ്പോഴൊക്കെ വിളിച്ചു പറയാറുണ്ട്. ജീവിക്കുക എന്നത് തികച്ചും കഠിനതരമായ ഒരു പ്രവൃത്തിയാണ്. അതിന്റെ ഗൗരവത്തെ എല്ലാം കെടുത്തിക്കളയുന്ന ചിരിയിൽ മുക്കി ഷണ്ടമാക്കരുത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ആവശ്യങ്ങളെ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം പിതാവ് കൊച്ചുകുട്ടിക്കെന്ന പോലെ ഞാൻ നിറവേറ്റിക്കൊടുത്തു. എല്ലാവരെയും പോലെ ആകാൻ വയ്യാത്തതിൽ ഞാൻ എന്നും ലോകത്തോട് കലഹിച്ചിരുന്നു. എല്ലാത്തരം ഫലവൃക്ഷമുണ്ടായിട്ടും ഞങ്ങളുടെ മുറ്റത്തെ മുരിക്ക് മാത്രമേ കായ്ച്ചുള്ളൂ. എല്ലാവരുടെയും സൂര്യൻ വൈകുന്നേരം അസ്തമിക്കുമ്പോൾ ഞങ്ങളുടെ സൂര്യൻ നേരം വെളുത്തയുടൻ അസ്തമിക്കും. കടലമണികൾ കൊച്ചു കാലുകളുള്ള ചെറു ജീവികളെപ്പോലെ മുറിയുടെ പല ദിശകളിലേക്ക് ഉരുണ്ടുപോയി. ജീവിതത്തിന്റെ അക്ഷയനിധിയിൽ നിന്ന് കൊത്തിയെടുത്ത അനശ്വരമായ ശില്പം തന്നെയാണ് കഥ. ജീവിതത്തിന്റെ വലുപ്പത്തിനു മുമ്പിൽ ഒരു കഥ ചെറുതായിരിക്കാം, എങ്കിലും അത് ജീവിതത്തിന്റെ ചോര പൊടിഞ്ഞിരിക്കുന്ന ജൈവമായ ഒരടയാളം തന്നെയാണ്. ഒരു നല്ല മഴ വന്നാൽ പോലും അത് ഒലിച്ചു പോവുകയില്ല. അനുഭവം തീവ്രതരമാകുമ്പോൾ വാക്കുകൾ ഉള്ളിൽ നിന്ന് തുടൽ പൊട്ടിച്ച് പുറത്തു ചാടും. ഉറക്കമുണർന്നപ്പോൾ ആദ്യം കണ്ടത് തീയിൽ രോമങ്ങൾ മുഴുവൻ കരിഞ്ഞുപോയ ഒരു മൃഗത്തെ പോലെ ശയിക്കുന്ന ഭൂമിയെയാണ്. മാഷിന്റെ ചില കൽപ്പനകളൊക്കെ അത്ഭുതം തോന്നിപ്പിക്കുന്നതാണ്. കൈ ഊരിവെക്കാവുന്ന ഒരവയവമായിരുന്നെങ്കിൽ അത് അവിടെ തന്നെ ഉപേക്ഷിച്ച് കളയാമായിരുന്നു. കാലുകളില്ലാതെ വിയർത്തു കുളിച്ച് അഴുകിയ ഒരു മാംസക്കുഴമ്പ് പോലെ ഞാൻ ആ കുടുസായ മുറിയിലേക്ക് ഇഴഞ്ഞു കയറി. പൂർവനിശ്ചിതമായ രേഖയിൽ സഞ്ചരിക്കുന്ന ഒരാളെപ്പോലെ തികച്ചും യാന്ത്രികമായി ഞാൻ എൻ്റെ മണിപ്പേഴ്സ് വലിച്ചു തുറന്നു. മൂക്കുകൊണ്ട് മണത്തും നാവുകൊണ്ട് നക്കിയും അയാൾ അതിൻ്റെ വിശ്വാസ്യത തിട്ടപ്പെടുത്തി. ഈ കുങ്ങിണിയന്മാരുടെ അവരുടെ ഒരു ജാതി സ്വഭാവം, ഇവർ ഈ കച്ചവട കാര്യത്തിലൊക്കെ ഭയങ്കര സമർത്ഥന്മാരും ഒക്കെയാണ്. അത് ആ മാഷിന്റെ ആ പ്രയോഗം കൊണ്ട്, മൂക്കുകൊണ്ട് മണത്തും നാവുകൊണ്ട് നക്കിയും അയാൾ അതിന്റെ വിശ്വാസ്യത തിട്ടപ്പെടുത്തി. അതെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ശമ്പള സാലറി സർട്ടിഫിക്കറ്റ് ലോൺ കൊടുക്കാൻ വേണ്ടി തിരസ്കൃതനായ ഒരു രക്തസാക്ഷിയെ പോലെ ഞാൻ വീടണഞ്ഞു. കൈവിട്ടുപോയ ഒരു അമൂല്യ വസ്തു എന്നിലേക്ക് തിരിച്ചെത്തുന്നത് പോലെ ഞാൻ കഥയെ കൈകോർത്ത് പിടിച്ചു. ചിരപുരാതനമായ തുകൽ ബാഗും കടലാസുകളടങ്ങിയ ഫയലുകളും എൻ്റെ ജീവന്റെ സ്പന്ദനമുള്ള രണ്ട് ചിറകുകൾ പോലെ കിടക്കയിൽ കിടന്നു. ഇതൊക്കെ മാഷ് ഈ കഥയിലെ ഒരു സവിശേഷമായ ചില പ്രയോഗങ്ങളാണ്. പിന്നെ മാഷ് നോക്ക്, ഈ കാസർകോട്ടെ ചില പ്രാദേശികമായ ചില വാക്കുകൾ ഇവിടെ പറയുന്നത് കണ്ണൂരൊക്കെ കാണുമായിരിക്കും. ഇപ്പോ കുമിറൽ എന്നൊരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. ഈ പിന്നെ ഉഷ്ണം കൊണ്ട് കുമർച്ച. അത് കന്നഡയിലും തുളുവിലും ഈ വാക്കുണ്ട്. പക്ഷെ അതിന്റെ ഒറിജിൻ ഉറുദു ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈ പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഖുമ എന്നുള്ളൊരു വാക്കിന്റെ അതിന്റെ പിന്നെ രൂപഭേദമാണ് ഈ കുമറൽ ആയിട്ട് മാറിയത് എന്നാണ് പറയുന്നത്. തുളുവിൽ സെഗെ എന്ന് പറയും. അഗ്ഗിമർക്കം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കൊട്ടത്തുള്ളികൾ എന്നൊരു പ്രയോഗം മാശയിൽ നടത്തുന്നുണ്ട്. മഴയുടെ വലിയ തുള്ളി ഇങ്ങനെ പോകുന്നതിന് കൊട്ടത്തുള്ളി. പിന്നെ ഞളുത്തു, കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ടോന്നറിയില്ല. ഞളുത്തു ഇങ്ങനെ തണുത്തു. ഈർപ്പത്തിൽ ഇങ്ങനെ കുതിരുന്നതിനെയാണ് ഈ ഞളുത്തു എന്ന് പറയുന്നത്. പിന്നെ ഇതില് ഈ കഥയുടെ ഒരു പിന്നെ അവിഭാജ്യ ഘടകമായിട്ട് ഇതിൽ ചൂട്, മഴ, അതുപോലെ തന്നെ കഥ, പാസ്ബുക്ക്, ബാങ്ക് അക്കൗണ്ട്, പിന്നെ പ്രകൃതിയുടെ ചില ഭാവങ്ങള്, പരിസ്ഥിതി, ഇതെല്ലാം ഇതിൽ കടന്നു വരുന്നുണ്ട്. പിന്നെ പാമ്പ്, നായ, പക്ഷി, ഇത് പേരെടുത്തിട്ട് അല്ലെങ്കിലും ഇതിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തില് ഈ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തെ ഒരു കഥയാക്കിയിട്ട് മാറ്റിയിട്ട് ഒരിക്കലും പൂർത്തിയാകാത്തൊരു കഥയാണ് ഈ ജീവിതമെന്നും പിന്നെ ഒക്കെയുള്ള ഒരു വലിയ ദാർശനിക സമസ്യയാണ് ഈ കഥയിലൂടെ മാഷ് പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വായനയിൽ മനസ്സിലായത്. നമ്മൾ സാധാരണ ജീവിതത്തെ കഥ എന്ന് പറയാറുണ്ടല്ലോ. കഥ തീർന്നു, അല്ലെങ്കിൽ അതിലെന്ത് കഥയിരിക്കുന്നു എന്നുള്ള രീതിയിൽ പിന്നെ വളരെ
പിന്നെ ദാർശനിക മാനങ്ങളുള്ള ജീവിതത്തിന്റെ പെടാപ്പാടുകളെയും അതുപോലെ തന്നെ മുമ്പിലുള്ള ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ ഒരു കഥാകാരന് നേരിടേണ്ടി വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്ന, അതല്ലെങ്കിൽ അതിനൊന്നും ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള കുറെ സമസ്യകളാണ് മാഷ് ഇതിൽ ആവിഷ്കരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ കൂടുതൽ സമയമെടുത്തെന്ന് തോന്നുന്നു. നന്ദി.